ഞാനിപ്പോൾ ഉള്ളത് ഒരു ബാങ്കിൻ്റെ സമീപത്താണ്. ഈ ബാങ്കിൻ്റെ പേര് ചേസ് ബാങ്ക് എന്നാണ്. ഈ ബാങ്കിൽ ഡ്രൈവ് ത്രൂ ATM എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. വാഹനത്തിലിരുന്ന് തന്നെ ATM ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് വലതുവശത്ത് കാണുന്ന രണ്ട് ATMൽ കൂടെ നമുക്ക് ATM ഇടപാടുകൾ വേണമെങ്കിൽ നടത്താവുന്നതാണ്. ആദ്യം ATM കാർഡ് ഇടുക. കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. പിൻ നമ്പർ അടിക്കുക. മെയിൻ മെനു ഞെക്കി. ആദ്യത്തെ പിൻ നമ്പർ തെറ്റായിരുന്നു. രണ്ടാമത് പിൻ നമ്പർ അടിക്കുവാണ്. രണ്ടാമത്തെ പിൻ നമ്പർ വർക്ക് ചെയ്തു. ഞാനിപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ക്യാഷ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പേപ്പർ ക്ലിപ്പോ റബ്ബർ ബാൻഡോ ഒന്നും പാടില്ല. കറൻസി നോട്ടുകൾ വെക്കാനായിട്ട് ഒരു ട്രേ പോലത്തെ സാധനം ATMൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞാൻ ക്യാഷ് അതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് അകത്തേക്ക് പോയി. ഇനി ATM അതിൻ്റെ അകത്ത് നിന്ന് കൗണ്ട് ചെയ്യുവാണെന്ന് തോന്നുന്നു. $550 ആ ഡെപ്പോസിറ്റിലുണ്ടായിരുന്നത്. നമുക്ക് എത്ര നോട്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൗണ്ട് ചെയ്തതെന്നും കാണാൻ പറ്റും. അത് ഓക്കെ ആണെങ്കിൽ ഡെപ്പോസിറ്റ് ഞെക്കാം. വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുവാണ്. പേ ബില്ല്, സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ കാണുന്നുണ്ട്. എന്നിട്ടും പിൻ നമ്പർ പിന്നെയും അടിക്കണം. പിൻ നമ്പർ അടിച്ചടിച്ച് മടുക്കും. ഇത് ഏത് അക്കൗണ്ടാണ് എന്ന് സെലക്ട് ചെയ്യണം. ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻസാണ് ഞാൻ ഞെക്കിയത്. അത് അതിൻ്റെ അകത്ത് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് വായിച്ച് കഴിഞ്ഞിട്ട് ഡണ്ണെന്ന് ഞാൻ ഞെക്കി. വുഡ് യു ലൈക്ക് ടു ഡു സംതിങ് എൽസ് എന്ന് ചോദിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. പിന്നെയും പിൻ നമ്പർ അടിക്കണം. കണ്ടിന്യൂ ഞെക്കി. പിന്നെ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ലാസ്റ്റ് 10 ചെക്സ് സെലക്ട് ചെയ്തു. അതിൻ്റെ റെസിപ്റ്റ് ഞെക്കി. ATM കാർഡ് തിരിച്ചെടുത്തു. ഇതാണ് ബാങ്കിൽ നിന്ന് വന്ന റെസിപ്റ്റ്. ഇതിനകത്ത് ബാങ്കിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണാം. ഇതാണ് ചെക്ക് ട്രാൻസാക്ഷൻ്റെ ബില്ല്.